പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അത് മാറ്റി വെച്ചു. പക്ഷെ അത് ഡോക്ടർമാർ തന്നെ മാറ്റി വെക്കാൻ പറയുന്നത് അത് ശരിയാക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടല്ലേ. എനിക്ക് ശരിയാക്കാൻ അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ കഴിച്ച് കുളവാക്കണ്ട, അതുകൊണ്ട് അത് മാറ്റിക്കോ എന്നേ പറയത്തുള്ളൂ. നടൻ മമ്മൂട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഭയങ്കര ഡയറ്റൊക്കെ ആണല്ലോ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഡയറ്റ് നോക്കാറില്ല, പക്ഷെ എല്ലാം കഴിക്കും, ഞാൻ കുറച്ചൊക്കെ കഴിക്കുന്നു എന്നുള്ളത്. പൊറോട്ട ഭയങ്കര ഡേഞ്ചറസ് ആണ്, വില്ലനാണെന്ന് പറയും. പക്ഷെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മളെ ഗട്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ പൊറോട്ട കഴിച്ചാലും കുഴപ്പമില്ല. എന്ത് വിഷം വേണമെങ്കിലും കഴിക്കാം, ഒരു കുഴപ്പമില്ല. എന്ത് കഴിച്ചാലും ഒരു ലിമിറ്റിൽ കഴിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. റൊമറ്റോല കോപ്രി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, ഭൂരിഭാഗം റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാക്കുന്നത്. മെത്തനോജനിക് ബാക്ടീരിയ എന്ന് പറയുന്നുണ്ട്, അതാണ് കോൺസ്റ്റിപ്പേഷൻ. ഭൂരിഭാഗം ആൾക്കാരും വെള്ളം കുടിക്കാഞ്ഞിട്ടോ പച്ചക്കറി കഴിക്കാഞ്ഞിട്ടോ അല്ല മോശം ഡയറ്റ് ആകുന്നത്, ബാക്ടീരിയൽ പ്രശ്നമാണ്. ഇത്രത്തോളം ബാക്ടീരിയാസ് ഗട്ടിന് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉള്ള ഗട്ടാണോ ഹെൽത്തി ഗട്ട് എന്ന് പറയുക? ഒരുപാട് ബാക്ടീരിയസ് ഉള്ള ഗട്ടാണ് ഹെൽത്തി ഗട്ട്, പക്ഷേ എന്ത് ടൈപ്പ് ബാക്ടീരിയകളാണ് ഇമ്പോർട്ടൻറ്റ്. എൻ്റെ അച്ഛന് വെരിക്കോസ് ഉള്ള ഒരാളാട്ടോ, പക്ഷെ അച്ഛൻ്റെ അടുത്ത് ഇതുവരെ ഒരു ഡോക്ടറും പാല് കട്ട് ചെയ്യാൻ പറഞ്ഞു. അല്ല, ഈ ഒരു ട്രാക്ക് ഗട്ട് കണക്ട് ആയിട്ട് ആരും നോക്കുന്നില്ലല്ലോ. ഗട്ടുമായിട്ട് കണക്ട് ചെയ്തത് കൊണ്ടാണ് എനിക്കിത് മനസ്സിലായത്, അല്ലാതെ ഞാൻ പഠിച്ച സമയത്ത് ഇതൊന്നുമില്ല. എൻ്റെ മെഡിക്കൽ ടെക്സ്റ്റിൽ ഇതൊന്നും ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മളുടെ ഗട്ടിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. ശരിക്കും ഇത്രത്തോളം ബാക്ടീരിയാസ് ഗട്ടിന് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉള്ള ഗട്ടാണോ ഹെൽത്തി ഗട്ട് എന്ന് പറയുക? ഒരുപാട് ബാക്ടീരിയസ് ഉള്ള ഗട്ടാണ് ഹെൽത്തി ഗട്ട്, പക്ഷേ എന്ത് ടൈപ്പ് ബാക്ടീരിയകളാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാട്ടിൽ പോയാൽ അവിടെ ഒരു തരം മരം മാത്രമല്ലല്ലോ, പലതരം ഉണ്ടല്ലോ. അങ്ങനെ ഒരു കാടാണെങ്കിൽ അത് നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ കൃഷി റബ്ബർ എന്ന് പറഞ്ഞാൽ റബ്ബർ മാത്രമേ ഉള്ളൂ അവിടെ, അതൊരിക്കലും ഹെൽത്തി സംഭവമല്ല. അതായത് ഒരു ടൈപ്പ് ബാക്ടീരിയകൾ തന്നെ കൂടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഒരു ടൈപ്പ് വൈറസുകളോ അല്ലെങ്കിൽ ഫംഗസോ കൂടിയിട്ട് കാര്യമില്ല. അതിനകത്ത് എല്ലാം ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. ഒരു 85% നല്ല ബാക്ടീരിയകൾ, ഒരു 15% ചീത്ത ബാക്ടീരിയകളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. കാരണം 97% ബാക്ടീരിയസ് തന്നെയാണ് കുടലിലുള്ളത്, അത് 3% മാത്രമേ ഉള്ളൂ. അതിനകത്താണ് ഫംഗസും വരെയും മറ്റേ വൈറസുകളും ആർക്കി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളും അതെല്ലാം ചേർന്നിട്ടാണ് ബാക്കിയുള്ളത് വരുന്നത്. അപ്പം ബേസിക്കായിട്ട് നമ്മളിപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പല ആൾക്കാരുടെയും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സ്റ്റൂൾ മാപ്പിംഗ് എന്ന് പറയും. അവരുടെ സ്റ്റൂൾ മലത്തിൽ നമുക്ക് ഏതൊക്കെ ബാക്ടീരിയകളുണ്ട്, ഏതൊക്കെ കൂടുതലുണ്ട്, കുറവുണ്ട് എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഓട്ടിസം ചെക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓട്ടിസം റിസർച്ച് എങ്ങനെയാണ് സംഭവിക്കുന്നത് അറിയോ? ഈ ഓട്ടിസം ഉള്ള കുട്ടികളിൽ ഇപ്പം 3 പേരുണ്ടെന്ന് വെച്ചോ, മക്കൾ, അതിനകത്ത് ഒരാൾക്ക് ഓട്ടിസമാണ്, 3 പേരുടെയും സ്റ്റൂൾ എടുക്കും. അതേപോലത്തെ പല ആൾക്കാരുടെ എടുത്തു കഴിഞ്ഞേച്ച് ഓട്ടിസം ഉള്ളവരിൽ മാത്രമാണ് ഈ ക്ലോസ്ട്രീഡിയം ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയസ് കൂടുതലുള്ളത്. ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ല, ഒരേ ഫുഡ് കഴിക്കുന്നവരാ, ഒരേ വീട്ടിലുള്ളവരാ. അങ്ങനെയാണ് നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് എത്തിയത്. ഓക്കെ, ഇവർക്ക് മാത്രമായിട്ട് ഈ ബാക്ടീരിയകൾ കൂടുന്നു, അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ബ്രെയിനിൽ നന്നായിട്ട് ഡാമേജ് ഉണ്ടാക്കുന്നു. ഇതിനാണ് ന്യൂറോടോക്സിൻ എന്ന് പറയുന്നത്, നെർവ്സിനെ ഡാമേജ് ചെയ്യുന്ന സംഭവമാണ്. ഇതാണ് ഓട്ടിസം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഗട്ടിൽ പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. റൊമറ്റോല കോപ്രി എന്ന് പറയുന്നൊരു ബാക്ടീരിയ ഉണ്ട്, അതാണ് ഭൂരിഭാഗം റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ മെത്തനോജനിക് ബാക്ടീരിയ എന്ന് പറയുന്നുണ്ട്, അതാണ് കോൺസ്റ്റിപ്പേഷൻ. ഭൂരിഭാഗം ആൾക്കാരും വെള്ളം കുടിക്കാഞ്ഞിട്ടോ പച്ചക്കറി കഴിക്കാഞ്ഞിട്ടോ അല്ല മോശം ഡയറ്റ് ആകുന്നത്, ബാക്ടീരിയൽ പ്രശ്നമാണത്. അല്ലാതെ അങ്ങനെയുള്ളവർ എത്ര ഇത് ചെയ്തു എന്ന് പറഞ്ഞാലും ആ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പോകുന്നല്ലാതെ നോർമലി അങ്ങനെയാണെങ്കിൽ ഈ പുലിയും സിംഹവും കടുവയൊക്കെ ഇല്ലേ, അവർ എന്നാ പച്ചക്കറി കഴിക്കുന്നുണ്ടോ? വെറും ഇറച്ചി അല്ലാതെ വേറെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? പച്ചക്കറിയില്ല, ഇലക്കറികളില്ല, പഴവർഗ്ഗങ്ങളില്ല, ഒന്നും സാധനം ഇല്ലല്ലോ. എന്നിട്ടും അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഇല്ല. കാരണം അത് ആ ബാക്ടീരിയകളുടെ രീതിയാണ്. അതേപോലെ തന്നെയാണ് ഇത് തന്നെ കഴിക്കണമെന്നല്ല, ഇതൊന്നും കഴിച്ചില്ലെങ്കിൽ മോശം ക്ലിയറായി പോകണം. അപ്പോൾ അവരുടെ ഗട്ട് ശരിയില്ല, അതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ഓരോ കാരണങ്ങളുണ്ട് ഓരോ പ്രശ്നത്തിനും. അത് മനസ്സിലായി. ഇപ്പോൾ H. പൈലോറി എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട്, അതാണ് സ്റ്റൊമക്കിൽ അൾസർ ഉണ്ടാക്കുന്നത്, ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാക്കുന്നത്, പുളിച്ച് തേട്ടൽ, നെഞ്ചരിച്ചിൽ, ഇങ്ങനെ വരുന്ന കണ്ടീഷൻ. ഈ സെയിം ബാക്ടീരിയകൾ വേറെ സ്ഥലത്ത് ഡാമേജ് വരുത്തിയാൽ ആസിഡ് പ്രൊഡക്ഷൻ കുറഞ്ഞു, അവർക്ക് പിന്നെ ഇറച്ചി മീനൊന്നും കഴിക്കാൻ പറ്റത്തില്ല, പയറുപരിപ്പ് പറ്റത്തില്ല, മുട്ട പറ്റത്തില്ല, ഇങ്ങനൊന്നും, പിന്നെ വിശപ്പും കാണത്തില്ല. അപ്പം നമുക്ക് ക്ലിയർ മനസ്സിലായി ഏത് ബാക്ടീരിയ. ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. ഇതൊന്നും ഇല്ലാത്തവരെന്ന് പറഞ്ഞാൽ എനിക്ക് വിശപ്പില്ല, എനിക്കത് കഴിച്ചാൽ പറ്റത്തില്ല, ഇത് കഴിച്ചാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാം മാറ്റി വെച്ചു അതിനനുസരിച്ച് ഹെൽത്ത് ഡാമേജ് ആയിക്കോട്ടെ. നേരത്തെ ഡോക്ടർ പറഞ്ഞു പാല് അല്ലെ ഡയറി പ്രോഡക്ട്സ് അലർജി ആയിട്ടുള്ള ആളുകളുണ്ട്, മിൽക്ക് ഇൻടോളറൻസ് അല്ലേ. അതെന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് ഈ പാല് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു നോസിയ, വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുന്നതിൻ്റെ റീസൺ എന്താണ്? ശരിക്കും ഇത് ഇവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഈ മരിക്കുന്നിടം വരെ പാല് കുടിക്കുന്ന ജീവി. വേറെ ഒരു ജീവികളും ഇങ്ങനെ പാല് കുടിക്കത്തില്ല. ആകെ 2-3 കൊല്ലത്തെ പരിപാടി കൊണ്ട് തീർന്നു. ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ക്ടാവൊക്കെ പോയിട്ട് പശുവിൻ്റെ ഇത് തൊഴിച്ച് കുടിക്കും. ഒരു പരിധി കൂടുതൽ നീ വേണേ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറയുള്ളൂ. പക്ഷേ പാലൊരു നല്ല ഭക്ഷണമാണെന്നുള്ളത് അവതരിപ്പിച്ചത് കൊണ്ട്, നല്ല സമ്പൂർണ്ണ ആഹാരമെന്ന് അവതരിപ്പിച്ചത് കൊണ്ട് എന്നാ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും പാല് കുടിക്കണം, ഇത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അതിനകത്ത് പോഷകമൊക്കെ ഉണ്ട്. പക്ഷേ
കുറച്ച് കഴിയുമ്പോഴത്തേനും കുടലിന് ഇത് വേണ്ട, അത് പറ്റത്തില്ല. അപ്പം ചില ആളുകളിൽ മാത്രമേ ഇത് ആയുഷ്കാലം മുഴുവനും അവരുടെ ആ ഒരു എൻസൈം പ്രവർത്തിക്കത്തുള്ളൂ. ഭൂരിഭാഗം ആൾക്കാരിൽ അത് നടക്കത്തില്ല. അത് നടക്കാതിരിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ എന്നിട്ടും അറിയാതെ വീണ്ടും വീണ്ടും കുടിക്കുന്നവർക്കാണ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ, തൈറോയ്ഡ് ഇഷ്യൂസ് വരുന്നു, താരനുണ്ടാകുന്നു, കീഴ്വായ പ്രശ്നങ്ങൾ, ഏമ്പൊക്കെ, ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ പാല് ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി ആ കുടലില്ലാത്തതാണ്. അത് നാച്ചുറലായിട്ട് ഇല്ലാത്തതാണ്, പൊതുവേ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതാണ്. പക്ഷേ അതിനെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. എന്നാലും അതിനെ നമുക്ക് നിർബന്ധിച്ച് ശരിയാക്കേണ്ട കാര്യമില്ല. ശരിക്കും ഒരു വ്യക്തിക്ക് പാൽ ആവശ്യമില്ല. തൈരോ മോരോ വെണ്ണ, തൈരാണെങ്കിൽ ഓക്കെ, ഓൾറെഡി ദഹിപ്പിച്ച സാധനമാണ്. ഈ ബാക്ടീരിയകളില്ലേ, നമ്മളിപ്പോൾ ഒഴിക്കാന്ന് പറഞ്ഞാൽ ബാക്ടീരിയകളാണ്, അത് ഓൾറെഡി അതിനകത്തുള്ള സംഭവങ്ങളെല്ലാം ദഹിപ്പിച്ചെടുത്ത് വെച്ചേക്കുന്നത്. അത് നമുക്ക് കഴിച്ചാൽ ഓക്കെ, ഈസി ആയിട്ട് അബ്സോർപ്ഷൻ നടക്കും. പക്ഷെ പാല് ദഹിപ്പിക്കാൻ കപ്പാസിറ്റി ഈ കുടലില്ല എന്ന് മനസ്സിലായാൽ അത് പിന്നെ എടുക്കരുത്. പക്ഷെ മനസ്സിലാവാതെ അതിനെക്കുറിച്ച് അറിഞ്ഞെങ്കിലല്ലേ മനസ്സിലാകത്തുള്ളൂ. ഗ്യാസ് നെഞ്ചരിച്ചിൽ കുറയാൻ തന്നെ പാല് കുടിക്കുന്നവരുണ്ട്. പക്ഷേ ആ സാധനം മാറ്റിയെങ്കിൽ ഇതിന് ചേഞ്ചസ് വരത്തുള്ളൂ. ആ ശരീരത്തിൽ അത് ദഹിക്കത്തില്ല. അല്ലാതെ പാല് മോശമായിട്ടല്ല, ആ ശരീരത്തിന് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന, കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. അന്ന് വീണ്ടും വീണ്ടും ആ ഗട്ട് ഹെൽത്ത് ക്ലിയർ അല്ലാതെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും സപ്ലൈ ചെയ്താൽ, അതുകൊണ്ടാണ് ഈ ചിലർക്ക് പാലെടുക്കുമ്പം കഫക്കെട്ടുണ്ടാകുന്നത്, ചിലർക്ക് പാലെടുക്കുമ്പോൾ വെരിക്കോസ് അൾസറിന് ഒട്ടും പറ്റാത്ത സാധനമാണ് പാല്. എക്സിമയ്ക്കൊന്നും നല്ലതല്ല. അത് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ചില ആൾക്കാർക്ക് തുമ്മൽ, ശ്വാസം മുട്ടൽ, ഇത് ഭയങ്കരമായിട്ട് കൂടും. പക്ഷേ നോക്കുമ്പോൾ എന്നാ ഇങ്ങോട്ടാണ് ഇടുന്നത്, പക്ഷെ പ്രശ്നം വേറെ സ്ഥലത്താണ്. പക്ഷെ ഇത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് ചേഞ്ചസ് വരുത്തിയെങ്കിൽ മാത്രമേ ഇതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വെരിക്കോസ് അൾസർ ട്രീറ്റ് ചെയ്യുന്നത്. വെരിക്കോസ് അൾസർ ട്രീറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് ആദ്യം പറയുന്ന കാര്യം പാൽ കട്ട്. ആ 2 ആഴ്ച തന്നെ നമുക്ക് ചേഞ്ചസ് വരും. എൻ്റെ അച്ഛന് വെരിക്കോസ് ഉള്ള ഒരാളാട്ടോ, പക്ഷെ അച്ഛൻ്റെ അടുത്ത് ഇതുവരെ ഒരു ഡോക്ടറും പാല് കട്ട് ചെയ്യാൻ പറഞ്ഞു. അല്ല, ഈ ഒരു ട്രാക്ക് ഗട്ട് കണക്ട് ആയിട്ട് ആരും നോക്കുന്നില്ലല്ലോ. നമ്മളിപ്പം ഏതെങ്കിലും ഒരു കാറ്റഗറി മാത്രമല്ലേ നോക്കുന്നുള്ളൂ. ഗട്ടുമായിട്ട് കണക്ട് ചെയ്തത് കൊണ്ടാണ് എനിക്കിത് മനസ്സിലായത്. അല്ലാതെ ഞാൻ പഠിച്ച സമയത്ത് ഇതൊന്നുമില്ല. എൻ്റെ മെഡിക്കൽ ടെക്സ്റ്റിൽ ഇതൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ മുറിവൊക്കെ കരിഞ്ഞ് വരും. ഒരു ദിവസം പോലെ പൊട്ടി ഒലിച്ച് വരും. അപ്പം നമ്മൾ ചോദിക്കും എന്താ കഴിച്ചേ? അപ്പോൾ പറയും ഒരു കവള് ഞാൻ ഇത് കുടിച്ചു എന്ന് പറയും. അപ്പം നമുക്ക് കിട്ടി. അങ്ങനെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ ഇതിലേക്ക് വന്നത്. അല്ലാതെ ഇന്ന ബുക്കിലുണ്ടെന്ന് പറഞ്ഞൊന്നും കണ്ടതല്ല. ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടപ്പോഴാണ്. ചിലർക്ക് വെണ്ടയ്ക്ക, വഴുതനങ്ങ പ്രശ്നം പറയുന്നവരുണ്ട്. നിലക്കടല, ഗ്രൗണ്ട് നട്ട്സ്, പീനട്ട്സ് ഇല്ലേ, അത് പ്രശ്നം പറയുന്നവരുണ്ട്. അയല, ട്യൂന എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്. ഷെൽ ഫിഷുകൾ, പിന്നെ പാല്. ഇത്രയാണ് ഹൈ ആയിട്ടുള്ള അലർജൻസ്. ഇത് സപ്ലൈ ചെയ്താൽ പൊട്ടി ഒലിക്കും, കരിയത്തേ ഇല്ല. പിന്നെ ആൻറ്റിബയോട്ടിക് എടുത്ത് നടക്കാന്നല്ലാതെ എന്ന് ഈ സാധനം മാറ്റിയിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നോ അന്നേരം അത് കുറയത്തുള്ളൂ. അല്ലാതെ മുറിവ് വരുമ്പോൾ വേദനയുടെ ഗുളിക ആൻറ്റിബയോട്ടിക് എടുത്താലൊന്നും പ്രശ്നം മാറത്തില്ല. അതുകൊണ്ടാണ് ഈ വെരിക്കോസ് വന്നതാ ലൈഫ് ലോങ്. ശരിക്കും ഈ വെരിക്കോസും പാലും തമ്മിലുള്ള ആ ഒരു ഇന്റർ കണക്ഷൻ, ആ ഒരു ബന്ധം എന്താ? അത് കുടലിനകത്ത് ഈ പാലിനകത്ത് ലാക്ടോസ് എന്ന് പറയുന്നത് ഇതിനെ ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. കെസിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനെ ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ പ്രോട്ടീൻസ് ശരിക്കും പറഞ്ഞാൽ ദഹിക്കാത്ത സാധനം ഇതിങ്ങനെ വെയിൻ വഴി ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് ചാടാനാണ് നോക്കുന്നത്. ആദ്യം വെയിൻ്റെ ഉള്ളിൽ ഒരു പൊട്ടലുണ്ടാക്കും, എന്നിട്ട് അന്നേരമാണ് കാല് കറക്കുന്നത്. ആ സമയം കൊണ്ട് കാലിൽ നീര് വെക്കും, വേദന ഉണ്ടാകും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചൊറിയാൻ തുടങ്ങും. ഇതൊക്കെ അവിടുന്ന് ലീക്കായി വരികയാണ്. എന്ത് ചൊറിഞ്ഞിച്ച് അവിടെ എന്താ ഈർക്കിൽ കൊണ്ടു, കോല് കൊണ്ടു, കൊതു കടിച്ചു എന്നൊക്കെ കാരണം പറയുള്ളൂ. പക്ഷെ അത് പൊട്ടാൻ റെഡിയായി നിൽക്കുന്നതാണ്. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ ഡാമേജ് ഉണ്ടാക്കി വരുന്നത്. അത് ഇങ്ങനെ പോകത്തുള്ളൂ. ഇനിയും സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ആ പൊട്ടലുള്ള സ്ഥലത്ത് നിന്ന് തന്നെ വെള്ളം ഒലിച്ച് പോകത്തുള്ളൂ. ഈ പറ്റാത്ത സാധനം സപ്ലൈ ചെയ്യാനേ പാടില്ല. അപ്പം ഗട്ടും വെയിനുമായിട്ട് നല്ല കണക്റ്റഡ് സാധനമാണ്. ഗട്ടും സ്കിന്നുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് എക്സിമ ഉള്ളവർക്ക് ഇന്ന സാധനം പാടില്ല, ഇതുള്ളവർക്ക് ഇന്നത് പാടില്ല എന്ന് പറയാൻ കാരണം ഇത് മെഡിക്കൽ ടെക്സ്റ്റിൽ ഇല്ല. ചില ആയുർവേദ സ്ഥലങ്ങളിലൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ പാല് എന്ന് പറഞ്ഞാൽ എടുത്ത് പറയുന്നൊന്നുമില്ല. നമ്മളൊക്കെ അത് എക്സ്പീരിയൻസ് മനസ്സിലായ ഒരു കാര്യമാണ്. അത് ഒത്തിരി ആൾക്കാരെ കണ്ടതുകൊണ്ടാണ് നമ്മളൊരു ഐഡിയ കിട്ടി. അപ്പോൾ വീണ്ടും നമ്മൾ പിന്നെ അത് തന്നെ ചോദിക്കും, പാല് കുടിച്ചോ, ചായ കുടിച്ചോ ചോദിക്കും. അന്നേരമാണ് നമുക്ക് അവർക്കും ക്ലാരിറ്റി കിട്ടും, നമുക്കും കിട്ടും. അപ്പോൾ മനസ്സിലായി ഇതാണ് അങ്ങനത്തെ എക്സ്പീരിയൻസ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് പോയിട്ട് വേറെ ഡോക്ടറോട് പോയി ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല, എന്ത് വേണമെങ്കിലും കഴിച്ചോളാൻ പറയും. ഡോക്ടറെ അടുത്ത് ശരിക്കും എത്ര പേഷ്യൻസ് വന്നിട്ടുണ്ട് ഡോക്ടറെ വീഡിയോ കണ്ട്, അല്ലെ ഡോക്ടർ പറഞ്ഞത് കണ്ട് പാലുകൂടി നിർത്തിയപ്പോൾ ഈ വെരിക്കോസിന്റെ ഒരു പ്രശ്നം ഒന്ന് മാറിയെന്ന് പറഞ്ഞിട്ട് എത്ര പേഷ്യൻസ് ഒത്തിരി ഉണ്ട്. അതായത് നമ്മളിപ്പോൾ വെരിക്കോസിന്റെ കാര്യത്തിൽ നമ്മളിപ്പം ക്ലിനിക്കിൽ വരുന്ന പോട്ടെ, നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എങ്ങനത്തെ ആളുകൾ കല്യാണങ്ങളുള്ള സമയത്ത്, ഈ സമയത്ത് ആളുകൾ കൂടുതലുള്ള സമയത്ത് തന്നെ ആൾക്കാരെ വന്നേച്ച് ഡോക്ടറുടെ വീഡിയോ കൊണ്ട് ഞാൻ പാല് നിർത്തി എൻ്റെ മുറിവ് കുറഞ്ഞു, പാല് നിർത്തി എൻ്റെ ഗ്യാസ് കുറഞ്ഞു, ഇങ്ങനെ
ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളാരും എന്താ പറയുക ഇതൊക്കെ വന്ന് ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല. പക്ഷെ നമ്മളിത് പറഞ്ഞതിൻ്റെ റിസൾട്ട് ഓൾറെഡി ആൾക്കാർ വന്ന് പറയുന്നവരുണ്ട്. ഡോക്ടറുടെ മുട്ടയുടെ ഡയറ്റ് കഴിച്ച ശേഷം എൻ്റെ വെയിറ്റ് കുറഞ്ഞു, എൻ്റെ ഷുഗർ കുറഞ്ഞു, രാവിലെ മുട്ടയും ഏത്തപ്പഴം പറഞ്ഞില്ല അത് ഞങ്ങളിപ്പോൾ എപ്പോഴും ചെയ്യാറുണ്ട്, ഞങ്ങൾക്ക് നല്ല എനർജിയാണ്, ദോശ കഴിക്കും ബുദ്ധിമുട്ടാണ്, ചിലർക്ക് ദോശ പറ്റത്തില്ല, അതായത് അരി ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ട്രാക്ക് നമുക്ക് ഒരാളെ വിശ്വസിക്കുക, ഈ ഡോക്ടർ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഞങ്ങളത് ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്തേച്ച് അത് റിസൾട്ട് കിട്ടിക്കഴിയുമ്പം അവരത് നമ്മളെ അറിയിക്കും, അത് മറ്റുള്ളവരോടത് പറയും. അപ്പം ഞാൻ കഴിഞ്ഞ തവണ ഒരു അപ്ലൈ ചെയ്യാനായിട്ട് ശർക്കരയും പാലും അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവും എന്ന് പറഞ്ഞത് 100% ആവും. ഇത് ചെയ്തേച്ച് ഒത്തിരി ആൾക്കാർ യൂട്യൂബേഴ്സ് തന്നെ ഡോക്ടർ മനോജ് ജോൺസന്റെ വൈറൽ ഫേസ് പാക്ക് എന്ന് പറഞ്ഞേച്ചാൽ അവർ ചെയ്തേച്ച് ഇതിന് എന്നാ സൈഡ് എഫക്റ്റ് ഉണ്ട്? ഒരു സൈഡ് എഫക്റ്റ്, ഒരു റിയാക്ഷനും ഇല്ല. എന്തിനാ ചുമ്മാ കുറേ കാശ് മുടക്കിയിട്ട് അത്രയും കാശ് മുടക്കി ഈ സ്കിന്നിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കളയേണ്ട ഒരു ആവശ്യമില്ല. ഈ സംഭവം മതി, നല്ല റിസൾട്ടുള്ള കാര്യമാണ്. ഇതെനിക്ക് ആയുർവേദത്തിൽ നിന്ന് കിട്ടിയൊരു കാര്യമാണ്. ഞാനായിട്ട് കണ്ടുപിടിച്ച സാധനമൊന്നുമില്ല. ഓരോ സ്ഥലത്തുനിന്ന് ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ ഞാനത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീട്ടുകാരിൽ ഞാനത് നോക്കും ആദ്യം, അത് ഓക്കെയാണ്, കൊള്ളാമല്ലോ. കാരണം നമ്മൾ ചുമ്മാ അത് എക്സ്പെരിമെൻ്റ് ചെയ്യുമല്ല, ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നതിനെ ആണോ എന്ന് ഞാൻ കൺഫേം ചെയ്യും, എന്നിട്ടാണ് നമ്മൾ പുറത്തേക്ക് പറയുന്നത്. ഇതൊക്കെ എന്ന് പറയുന്ന ആൾക്കാർക്കും വലിയ കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ എന്നിട്ടും ഡൗട്ടുകളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ ചുമ്മാതെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പം മിക്ക ഡയറ്റീഷ്യൻസും പറയുന്നുണ്ട് കൂടുതലും തൈര് ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡയറി പ്രോഡക്ട്സ് പക്ഷേ പറ്റാത്ത ആളുകളും ഉണ്ട്. പക്ഷെ അവരുടെ അടുത്ത് പോലും ഈ ഡയറ്റീഷ്യൻസ് പറയുന്നുണ്ട് തൈര് ഇപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് കഴിക്കാൻ നല്ലതാണ്, ആ ബാക്ടീരിയാസിന് നല്ലതാണ്, ഗട്ടിന് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും കേർഡ് നല്ലതാണോ? കേർഡ് നല്ലതാ, പക്ഷേ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാർ, ഡയറി പ്രൊഡക്ട്സിന് അലർജി ഉള്ളവർക്ക് അതും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പം ക്യാപ്സൂൾസ് ആയിട്ട് ബാക്ടീരിയസിനെ സപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ മറ്റ് സാധനങ്ങളും കയറുന്നുണ്ടല്ലോ. നാച്ചുറലായിട്ട് നമ്മളൊരു സാധനം എടുക്കുമ്പോൾ ബാക്ടീരിയാസിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണല്ലോ നമ്മൾ പറയുന്നത്. ഓട്ടിസത്തിന് ഏത് ബാക്ടീരിയ ആണ് വേണ്ടത്, മോഷൻ ടൈറ്റ് ആവുന്നതിന് ഏത് ബാക്ടീരിയ, ലൂസ് ആവുന്നതിന് ഏത് ബാക്ടീരിയ, ഗ്യാസ് ഉള്ളതിന് ഏത് ബാക്ടീരിയ. ചില ആൾക്കാരുടെ ഗ്യാസ് ഏമ്പക്കമായിട്ടും ചില ആൾക്കാരുടെ കീഴ്വഴിയുടെ രണ്ട് കാറ്റഗറിയാണ്. ഇത്രയും ഡീപ്പായിട്ടുള്ള സംഭവമാണ്, അല്ലാതെ ചുമ്മാ ഒരു ഗ്യാസ് എന്ന് പറഞ്ഞൊരു സംഭവം അല്ല. അപ്പം ഓരോന്നിനും ഓരോ ടൈപ്പ് ബാക്ടീരിയ ഉണ്ട്. അല്ലാതെ ചുമ്മാ പോയിട്ട് നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു പ്രോബയോട്ടിക് കയറട്ടെ എന്ന് പറഞ്ഞാൽ അത് കാര്യമില്ല. നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ഗ്യാസിന്റെ ഗുളിക ഗ്യാസിന് ഗുളിക എടുക്കാം, അത് നാളെ എടുക്കണം, കഴിഞ്ഞു എടുക്കണം. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ പിന്നെ മുന്നോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതാ പറഞ്ഞത്, അത് എന്ത് കാരണം കൊണ്ട് എന്നുള്ളത് കിട്ടിയാൽ പണി എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ മൊത്തത്തോടെ കഴിക്കേണ്ട, പലർക്കും പലതും പറ്റില്ല. പാല് മാത്രമായിട്ട് കുടിക്കുന്നത് വേറെ റിസൾട്ട്, കട്ടൻ ചായ ആയിട്ട് കുടിക്കുന്ന വേറെ റിസൾട്ട്, പാലും കട്ടൻ ചായയും മിക്സ് ചെയ്ത് ചായ ആയിട്ട് കുടിച്ചാൽ വേറെ ആക്ഷനാണ്. അപ്പം അതുകൊണ്ട് ഓരോ സാധനത്തിൻ്റെ കോമ്പിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ നോർമൽ ചായ കുടിച്ചാൽ അസിഡിറ്റി ലെവൽ ഭയങ്കരമായിട്ട് കൂടും, പക്ഷേ കട്ടൻ ചായ കുടിച്ചാൽ അത്ര കുഴപ്പമുണ്ടാകത്തില്ല, അല്ലെങ്കിൽ വെറും പാല് മാത്രം കുടിച്ചാൽ അത്ര കുഴപ്പമുണ്ടാകത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഷുഗറും കൂടെ ആഡ് ചെയ്യുമ്പം വീണ്ടും ഏറ്റവും ഗ്യാസ്ട്രിക് ഇറിറ്റൻ്റ് ഷുഗറാണ്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്ക് അതറിയില്ല, അവരെപ്പോഴും പുളിയും എരിവും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ ആ ഗട്ട് ശരിയാക്കിയാൽ പിന്നെ എന്തും കഴിക്കാം. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നറിയോ, ഈ പറയുന്ന എനിക്ക് അലർജിയാണ്, എനിക്ക് ബീഫ് പറ്റത്തില്ല, പ്രോൺസ് പറ്റത്തില്ല, പയർ പരിപ്പ് കഴിച്ചാൽ പ്രശ്നമാണ്, ചിക്കൻ പ്രശ്നമാണ്, മുട്ട കഴിച്ചാൽ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ ജന്മന അല്ലാത്ത പ്രശ്നമാണെങ്കിൽ ഈസി ആയിട്ട് ഇത് ശരിയാക്കി എടുക്കാൻ പറ്റും. ഗട്ട് ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അത് മാറ്റി വെച്ച്, ഇത് പറ്റത്തില്ല അത് മാറ്റി വെച്ച്. പക്ഷേ അത് ഡോക്ടർമാർ തന്നെ മാറ്റി വെക്കാൻ പറയുന്നത്, അത് ശരിയാക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടല്ലേ. എനിക്ക് ശരിയാക്കാൻ അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ കഴിച്ച് കുളവാക്കണ്ട, അതുകൊണ്ട് അത് മാറ്റിക്കോ എന്നേ പറയത്തുള്ളൂ. നിങ്ങൾക്കിപ്പം പ്രോൺസ് പറ്റത്തില്ല, പ്രോൺസ് കഴിക്കണ്ട, ശരിയാ, കഴിക്കണ്ട, കഴിച്ചാൽ പ്രശ്നമാണ്. പക്ഷെ ആദ്യം ഇതൊന്ന് ശരിയാക്കി എടുത്തേച്ച് പിന്നെ പ്രോൺസ് കഴിച്ചു നോക്ക്. നമ്മൾ അങ്ങനെയല്ലേ നോക്കേണ്ടത്, അല്ലാതെ ശരിയാക്കണ്ടേ. അത് എനിക്ക് അങ്ങനെയാണെങ്കിൽ അവസാനം പിന്നെ വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ലോ. അയ്യോ എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കണ്ട എന്ന് പറഞ്ഞാൽ പ്രശ്നം മാറത്തില്ല. പല ആൾക്കാർക്കും അരി പറ്റത്തില്ല, അരിയുടെ സാധനം കഴിച്ചാൽ ഗ്യാസാണ്, അപ്പം അത് ശരിയാക്കി എടുക്കണം. പല ആൾക്കാർക്കും പൊറോട്ട കഴിച്ചാൽ ഒരു കുഴപ്പമില്ല, പൊറോട്ട നല്ലൊരു സാധനമാണ്. അപ്പം ചില ആൾക്കാർക്ക് അത് പ്രശ്നമാണ്, ചില ആൾക്കാർക്ക് ഗോതമ്പ് പ്രശ്നമാണ്, ചില ആൾക്കാർക്ക് നിലകടല പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുടലിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ ഭക്ഷണമേ അല്ല. അങ്ങനെയാണെങ്കിൽ ഭക്ഷണമാണ് പ്രശ്നമെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും സെയിം പ്രശ്നം വരണ്ടേ? അത് ആർക്കും ഇല്ല. ഇപ്പോൾ ഒരു വീട്ടിൽ 4 പേരുണ്ട്, 4 പേർക്കും ചപ്പാത്തി കഴിച്ചു, വയറ്റിലെ പ്രശ്നം ഒരാൾക്കായിരിക്കും. അതെന്താ 3 പേരും സെയിം സാധനമല്ലേ കഴിച്ച്, ബാക്കിയുള്ളവരും കഴിച്ചത് തന്നെയാണ്. അപ്പം ഇവരുടെ ശരീരമാണ് ശരിയാതെ. എല്ലാവരും ഓക്കെയാണ്, ഒരാൾ മാത്രം രാവിലെ എഴുന്നേറ്റ് തുമ്മുന്നു. അവിടെ പൊടി ഉണ്ടായിട്ടാണ്, പൊടി ഉണ്ടെങ്കിൽ എല്ലാവരും തുമ്പണ്ടേ? അവിടെ തണുപ്പുണ്ടെങ്കിൽ എല്ലാവരും തുമ്പണ്ടേ? അല്ല, ആ വ്യക്തിയുടെ ശരീരത്തിലെ പ്രശ്നമാണ്. ഉരുളക്കിഴങ്ങ് കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടാകുന്നു, ഉരുളക്കിഴങ്ങല്ല പ്രശ്നം, ആ കുടലിലെ പ്രശ്നമാണ്.
അപ്പം നമ്മൾ അറിയേണ്ടത് എന്താ, നമ്മുടെ ആ പ്രശ്നം ശരിയാക്കാനാണ് നോക്കുന്നത്. അല്ലാതെ നമ്മളവിടെ പൊടി തൂത്തുകൊണ്ടിരുന്നൊന്നും കാര്യം നടക്കത്തില്ല. ഇപ്പം എത്രയോ ആൾക്കാരില്ലേ റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുന്നവരില്ലേ, അവർക്ക് എന്താ ഇങ്ങനെ തുമ്മലും വന്ന് ഇതായിട്ടിരിക്കുവാണോ? അല്ല, അവരുടെ ഇമ്മ്യൂണിറ്റി സ്ട്രോങ്. അത്രയും പൊടിയിലെ ഇടയ്ക്കാണ് അവർ നിൽക്കുന്നത്. ശരിക്കും വലിയ ക്ലീൻ ചെയ്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവരുടെ ഇമ്മ്യൂണിറ്റിയാണ് സ്ട്രോങ് ആക്കേണ്ടത്. അപ്പം നമ്മൾക്ക് സൊല്യൂഷൻ വേണ്ടത് ഈ രീതിയിലാണ്. നമ്മളെ ശരിയാക്കുക എന്നുള്ളതാണ് ആവശ്യം. അല്ലാതെ നാട്ടുകാർ ശരിയാക്കണം, പൊടി പാടില്ല, തണുപ്പ് പാടില്ല, അല്ലെ ആളുകൾ പാടില്ല, അങ്ങനൊന്നും നോക്കിയിട്ട് വൃത്തി കുറേ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ മിക്ക ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ, ഈ ഷെഫുമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയും നിങ്ങൾ പറ്റുന്നതും പൊറോട്ട ഒഴിവാക്കിക്കോ. അല്ലെങ്കിൽ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോഴായാലും അവർ പറയും പൊറോട്ട ഭയങ്കര ഡേഞ്ചറസ് ആണ്, വില്ലനാണെന്ന് പറയും. പക്ഷെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മളെ ഗട്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ പൊറോട്ട കഴിച്ചാലും കുഴപ്പമില്ല. ശരിയാണ്. അതായത് വയറ് ശരിയാക്കിയിട്ട് ഇത് കഴിച്ചു, പക്ഷെ എന്ത് കഴിച്ചാലും ഒരു ലിമിറ്റിൽ കഴിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ പൊറോട്ട കഴിക്കും, ഞാൻ വല്ലപ്പോഴാണ് കഴിക്കുന്നത്. പക്ഷെ ഞാൻ കഴിച്ച ഒരു പൊറോട്ട കഴിക്കുന്നത്, ഒരു ചെറിയൊരു പൊറോട്ട ഒരു ഗണം കഴിക്കും. എൻ്റെ ആഗ്രഹമാണ്, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നു. ഇപ്പം ഞാൻ മാസത്തിൽ 1-2 ഒക്കെ ആയിട്ട് എനിക്ക് ബ്രൂ കോഫി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അത് കഴിക്കും. പക്ഷേ ഡെയിലി ഞാൻ കട്ടൻ ചായ കുടിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പം ഒരാൾ കേക്ക് കൊണ്ടുവന്നു, എൻ്റെ ബർത്ത്ഡേ ആണ് കേക്ക്, ഓക്കെ, ആ കേക്കിനൊരു ചെറിയ പീസ് ഞാൻ കഴിക്കും. നമ്മൾ പൊതുവെ ചെയ്യുന്നത് ആ കേക്കും എടുത്ത് ഇനിയൊരു പീസ് കൂടെ കിട്ടുമെന്ന് നോക്കുമ്പോഴേ പ്രശ്നം. അപ്പം എന്ത് സാധനം, എന്ത് വിഷം വേണമെങ്കിലും കഴിക്കാം, ഒരു കുഴപ്പമില്ല. എല്ലാവരും അളവ് വെച്ച്. ഇപ്പം നടൻ മമ്മൂട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഭയങ്കര ഡയറ്റൊക്കെ ആണല്ലോ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഡയറ്റൊന്നും നോക്കാറില്ല, പക്ഷെ എല്ലാം കഴിക്കും, ഞാൻ കുറച്ചൊക്കെ കഴിക്കുന്നു എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ കാര്യം. ആ കുറച്ച് എന്നുള്ളത് അളവ് നിന്നാൽ മതി. നമ്മളിപ്പോൾ ചോറ് കഴിക്കുന്നു, ചോറിന് അളവ് കൂടുകയാണ്. ഇത് തന്നെയാണല്ലോ പിറ്റേ ദിവസവും അതിന് നെക്സ്റ്റ് ദിവസവും ഒരേ രീതിയിലുള്ള ഫുഡ് വീണ്ടും കയറുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അളവുകളിലാണ് കാര്യം. റിപ്പീറ്റഡ് ആയിട്ട് ഇത് എടുക്കുമ്പോഴാണല്ലോ പ്രശ്നം. അളവ് കുറച്ചാൽ എടുത്താലും കുഴപ്പമില്ല. നമ്മളെ അളവ് കുറയ്ക്കാതെ ഏതെങ്കിലും ഒരു അളവ് കൂടുതലായിട്ട് എടുത്താൽ, ഇപ്പം സ്വീറ്റ്സ് കൂടുതലായിട്ട് കഴിക്കുന്നവർക്കാണ് പ്രശ്നം. അല്ലാതെ കുറച്ച് കഴിച്ചാൽ കുഴപ്പമില്ല. അത് അങ്ങനെയാണ് നോക്കേണ്ടത്. അല്ലാതെ പൊറോട്ട കഴിക്കരുതെന്നൊന്നുമില്ല, പൊറോട്ട കഴിക്കാം. പല ആൾക്കാർക്കും എന്താ പറയുക, ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ പൊറോട്ട തന്നെ ആയിരിക്കും. പക്ഷേ അത് റിപ്പീറ്റഡ് ആയിട്ട് അളവിൽ കൂടുതൽ എടുക്കുമ്പോൾ അത് പ്രശ്നം. കാരണം ഏറ്റവും നമ്മൾ പൊറോട്ടയിൽ വേറെ ഒന്നും കാണത്തില്ല. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് എന്താണെന്നറിയോ പൊറോട്ടയിൽ? എണ്ണയ്ക്കകത്ത് മുങ്ങിയിരിക്കുന്ന സാധനമാണ്. അതായത് ഒരു എണ്ണക്കടി പോലും അത്ര എണ്ണയില്ല. കാരണം അത്രയും എണ്ണയാണ് വാരി തിന്നുന്നത്. പക്ഷെ നമ്മൾക്ക് തിന്നുമൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, അളവിലാണ് കാര്യം, അല്ലാതെ ഫുഡല്ല. ചായയിൽ ഒരുപാട് പഞ്ചസാരയിട്ട് കഴിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴാണ് ഈ വൈറ്റ് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്ന ആളുകൾ കാണുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ നോ ഷുഗർ എന്നാണ് പറയുക. ചായയിൽ പോലും എനിക്ക് മധുരത്തിൽ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് നോ പറയും. ഷുഗറിന് പകരം, വൈറ്റ് ഷുഗറിന് പകരം ശർക്കര ഇടുന്ന ആളുകളുണ്ട്. അപ്പോൾ ശർക്കരയും ഒരു ഷുഗറിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇത് രണ്ടും ഷുഗർ ക്രേവിങ്സ് വരുമ്പോൾ ഡേറ്റ്സ് കഴിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും ഈ ഷുഗറിനെ എങ്ങനെ റേറ്റ് ചെയ്യും മാർക്കറ്റിൽ കിട്ടുന്ന, അതായത് വൈറ്റ് ഷുഗർ, ബ്രൗൺ ഷുഗർ? ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഷുഗറിനകത്ത് ഗ്ലൂക്കോസ്, സുക്രോസ് കണ്ടന്റ് അതാണ് ഹയസ്റ്റ്, അതാണ് 100%, അതാണ് ഉള്ളത്. നിങ്ങൾ അതിൻ്റെ കൂടെ എന്ത് സാധനം നല്ലതുണ്ടെന്ന് പറഞ്ഞാൽ ആ സാധനം ഉണ്ടല്ലോ. ശർക്കര ആയിക്കോട്ടെ, കരിപ്പെട്ടി ആയിക്കോട്ടെ, തേനായിക്കോട്ടെ, കൽക്കണ്ടം ആയിക്കോട്ടെ, പഞ്ചസാര ആയിക്കോട്ടെ, ഡേറ്റ്സ് ആയിക്കോട്ടെ, ഇതിനകത്തെല്ലാം ഒരേ അളവാണ്. അളവിൽ ഒരു മാറ്റവും ഇല്ല. അതിൻ്റെ കൂടെ മറ്റു കുറച്ച് സാധനങ്ങളോട് ചേരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം മറ്റു കുറേ, ഇപ്പം നമ്മൾ മദ്യം, ചാരായം എന്ന് പറയുന്നതിനകത്ത് പ്യൂർ ചാരായമുണ്ട്, ചാരായത്തിൻ്റെ കൂടെ ജ്യൂസ് ഇട്ടിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അങ്ങനെ പല സാധനമുണ്ട്. ചാരായ അളവ് തന്നെയല്ലേ. അപ്പം അതിനകത്ത് ഇത് എന്ത് ബെറ്റർ ആയിട്ടുള്ള, ഇപ്പോൾ ജ്യൂസ് നല്ല ജ്യൂസാണ് ചാരായത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം, ഒരേ സാധനമാണ്. അതുകൊണ്ട് എന്ത് വേണേലും കഴിച്ചു, അളവ് ആ അളവ്. ഇത് കുറച്ച് പഞ്ചസാര കുറച്ച് ശർക്കര കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. പഞ്ചസാരയും ശർക്കരയും സെയിം, ഒരു ഡിഫറൻസും ഇല്ല. ഈ വൈറ്റ് ഷുഗറിന് പകരം അപ്പോൾ ബ്രൗൺ ഷുഗർ എല്ലാം കണക്ക്. ഞാൻ പറഞ്ഞു അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ ആഡ് ആകുന്നതേ ഉള്ളൂ. കുറച്ച് സോഡിയം, പൊട്ടാഷ്യം എന്നൊക്കെ പറഞ്ഞ മിനറൽസ്, വൈറ്റമിൻസ് ഒക്കെ വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്തിട്ട് വലിയ സംഭവം പറയാന്നല്ലാതെ യാതൊരു ഡിഫറൻസും ഇല്ല. അതിനകത്ത് മെയിൻ ഉള്ള സാധനം 100% ഉണ്ട്. അതാണ് പ്രശ്നം. ആ 100% ഉള്ള സാധനമാണ് പ്രശ്നം. അത് മാറുന്നേ ഇല്ലല്ലോ, അത് കുറയുന്നേ ഇല്ലല്ലോ. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തിട്ട് എന്ത് കാര്യം? അപ്പോൾ ഏതായാലും സെയിം ആണ്. അല്ലാതെ ഞാൻ പഞ്ചസാര നിർത്തിയിട്ട് എല്ലാ ദിവസവും 4 ഡേറ്റ്സ് കഴിച്ചാൽ വേണ്ട, പഞ്ചസാര തന്നെ കഴിച്ചു, ഇനിയിപ്പോൾ എന്താ, എല്ലാം കണക്കാം. അതുകൊണ്ട് ഒരു ഡേറ്റ്സ് കാണുമെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല.